എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 26 കഴിഞ്ഞ് 27 വയസ്സാകാൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മയെ എൻ്റെ കുഞ്ഞിന് നീ പൂർണ്ണ സൗഖ്യം തരണം എന്ന് പറഞ്ഞ് ഞാൻ ആ ഉടമ്പടി കാശ് രൂപം കൊണ്ട് അവളെ ബെഡിൽ വെച്ചു. അവൾക്ക് പരിപൂർണ്ണ സൗഖ്യം കൊടുത്ത് അവളെ നീ രക്ഷിക്കണം അമ്മേ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം അവൾ ആ കാശ് രൂപം അവിടെ ഇരിക്കുന്നവരെ അവൾക്കറിയില്ല. പക്ഷേ അന്ന് മുതൽ അവൾ വെളിയിലിറങ്ങി വന്ന് സാധാരണ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനിവിടെ ഇന്ന് നിൽക്കുന്നത് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിയതിലൂടെയാണ്. എൻ്റെ പേര് സുമ. ഞാൻ വരുന്നത് നെയ്യാറ്റിൻകര നിന്ന് ഓലത്താന്നി ഇടവക തിരുഹൃദയ ദേവാലയത്തിൽ നിന്നുമാണ്. എൻ്റെ കൈവശം കൃപാസനം പത്രം കിട്ടിയതിലൂടെയാണ് ഇവിടെ എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നിൽക്കാനായിട്ട് സാധിച്ചത്. പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് യൂറിനറി ഇൻഫെക്ഷനായിട്ട് അതിൻ്റെ പ്രശ്നം വന്ന് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു ചെന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേനും യൂട്രസിൽ റൈറ്റ് ഓവറിയിൽ സിസ്റ്റുണ്ട്, കിഡ്നി സ്റ്റോണുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇത് എനിക്ക് 45 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 6 ആഴ്ച കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ ചെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് പോയ സമയത്ത് അവിടെ ഒരു സ്ത്രീ ജപമാല പറഞ്ഞുകൊണ്ടിരുന്ന് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ തന്നു. ഞാനിത് വായിച്ച സമയത്ത് എനിക്കപ്പോൾ എന്താണ് ഉടമ്പടിയെന്നോ കൃപാസനം എന്താണെന്നോ ഒന്നും അറിയില്ല. അത് വായിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കും നീ സൗഖ്യം തരികയാണെങ്കിൽ ഞാനും സാക്ഷ്യമായിട്ട് അമ്മയുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റിനകത്ത് എന്നെ സ്കാൻ ചെയ്യാനായിട്ട് വിളിപ്പിച്ചു. ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് കയറിപ്പോയിട്ട് സ്കാൻ ചെയ്തപ്പോൾ ആ സ്കാനിങ്ങിൽ യൂട്രസിൽ സിസ്റ്റോ കിഡ്നി സ്റ്റോണോ ഒന്നും തന്നെ ഇല്ല. ആ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, എത്ര കാലം നിങ്ങൾ മരുന്ന് കഴിച്ചു ഈ സ്റ്റോണൊക്കെ മാറാനെന്ന്. അപ്പോഴും ഞാൻ അതിശയിച്ചു, ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ 15 ദിവസത്തിനകം ഇവിടെ വന്നു, ഈ കൃപാസനത്തിൽ വന്നു, മാതാവിൻ്റെ അടുത്ത് വന്ന്. അപ്പം വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ മകൾക്കാണെങ്കിൽ ഇത് ബിടെക് 2019 പാസ്സായിട്ട് ഒരു വിഷാദ അവസ്ഥയായിരുന്നു, അവൾക്ക് വിഷാദ രോഗം പോലെ. അപ്പം അവൾ 4 വർഷമായിട്ട് ആരോടും അധികം സംസാരിക്കില്ല, റൂമിൽ തന്നെ ആയിരിക്കും, മുറി അടച്ചിരിക്കും. അപ്പം ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വിളിക്കണം, മക്കളെ ആഹാരം കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും അവൾ വരില്ല. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് തേന് ഇതൊക്കെ കിട്ടി. അപ്പോൾ ഇത് അവളറിയാതെ ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തു. അങ്ങനെ കൊടുത്ത് അപ്പം കുറേശ്ശെ മാറ്റം വന്നു തുടങ്ങി, വിളിച്ചാലൊക്കെ വരാൻ തുടങ്ങി അപ്പം അതിനുശേഷം ഞാൻ വിചാരിച്ചു അങ്ങനെ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അതിനുശേഷം ഇവിടെ അച്ഛൻ പറഞ്ഞു, ഉടമ്പടി കാശ് രൂപം ഉടമ്പടി എടുത്തവർ മാത്രമാണ് കൈവശം വെക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ ഇവൾക്ക് ഇത്രയും എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 26 കഴിഞ്ഞ് 27 വയസ്സാകാൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ എൻ്റെ കുഞ്ഞിന് നീ പൂർണ്ണ സൗഖ്യം തരണം എന്ന് പറഞ്ഞ് ഞാൻ ആ ഉടമ്പടി കാശ് രൂപം കൊണ്ട് അവളെ ബെഡിൽ വെച്ചു. അവൾക്ക് പരിപൂർണ്ണ സൗഖ്യം കൊടുത്ത് അവളെ നീ രക്ഷിക്കണം അമ്മേ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം അവൾ ആ കാശ് രൂപം അവിടെ ഇരിക്കുന്നവരെ അവൾക്കറിയില്ല. പക്ഷേ അന്ന് മുതൽ അവൾ വെളിയിലിറങ്ങി വന്ന് സാധാരണ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ എൻ്റെ അടുത്ത് വന്ന അമ്മ രാവിലെ തന്നെ വന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പച്ചക്കറി അരിയാനും മീൻ വെട്ടാനും ഒക്കെ സാധാരണ പോലെ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥനയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പള്ളിയിൽ ഞങ്ങളുടെ കൂടെ വരാൻ തുടങ്ങി. അങ്ങനെ പള്ളിയിൽ ഞങ്ങളുടെ കൂടെ അവൾ വരാൻ തുടങ്ങി. ഇപ്പം നല്ലൊരു മാറ്റം, ഒരു സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ദൈവം അവളെ ക്രമീകരിച്ചു. അത് ഇവിടെ ഈ കൃപാസനത്തിൽ വന്നത് കൊണ്ടാണ്. അപ്പം ഞാനാണെങ്കിൽ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ സങ്കടങ്ങൾ പക്ഷേ അതേസമയം ഇപ്പം ഈ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയാറില്ല. ഇപ്പം ഞാൻ എൻ്റെ എല്ലാം പരിശുദ്ധ അമ്മയോടും പറഞ്ഞ് ഈശോയോടും പറഞ്ഞ് ഞാനങ്ങ് പോകും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ ആ പരിശുദ്ധ അമ്മയെ നീ ഏറ്റെടുത്തോളണേ എന്ന് പറയും ഓരോ സങ്കടങ്ങൾ. അപ്പോൾ അവർ പറയും, സുമ ഒരുപാട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചല്ലേ, വലിയ മാറ്റം ഇതിൽ കാണുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ശക്തമായ മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ, ഭയങ്കര സന്തോഷമുണ്ട് സുമ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറയും, അത് ഞാൻ കേട്ടതല്ല, അത് പരിശുദ്ധ അമ്മ ഏറ്റെടുത്തതാണെന്ന് ഞാൻ പറയും. അപ്പം അങ്ങനെ ഒരു വലിയൊരു സമാധാനം എനിക്ക് കിട്ടി.
ഒരു വലിയൊരു സന്തോഷം എനിക്ക് ദൈവം തന്നു. അല്ലെങ്കിൽ എപ്പോഴും അസ്വസ്ഥതയും സങ്കടവും പിറുപിറുക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. എല്ലാ ദിവസവും ദിവ്യബലി കാണാൻ സഹായിച്ചു. എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുന്നതിനും ഒക്കെ പോയി. വചന വായന, ഇതിലൂടെ വീട്ടിൽ വലിയൊരു സമാധാനം, ഏത് പ്രതികൂലവും ദൈവം ഏറ്റെടുക്കും എന്നുള്ളൊരു വലിയൊരു സമാധാനം ദൈവം പിതാവ് എനിക്ക് തന്നു. അപ്പം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എത്ര പാപാവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന, അമ്മയിലൂടെ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു വലിയൊരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ സഹായിച്ചു. അപ്പം അതിനുശേഷം ഇപ്പം വീട്ടിൽ മക്കളാണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥനയ്ക്കും സന്തോഷകരമായ സമാധാനപൂർണ്ണമായ ഒരു കുടുംബ അന്തരീക്ഷം ദൈവം തന്നു. അത് ഈ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് കിട്ടിയത്. അല്ലാതെ ഒരു കേസ് എൻ്റെ 2 ആൺമക്കളുടെ പേരിൽ, അത് ഞങ്ങൾക്കൊരു പുരയിടമുണ്ട്, നാഷണൽ ഹൈവേയുടെ കരയിൽ ഞങ്ങൾക്കൊരു പുരയിടമുണ്ട്. ആ പുരയിടത്തിൽ കൂടെ അവർക്ക് റോഡ് വേണം, പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമായ പൈസ അവർ തരില്ല. അപ്പോൾ അതങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ മതിൽ കെട്ടാൻ പോയ സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ നടന്നു. ഈ സമയത്ത് പിന്നെ അവർ പോലീസിൽ കേസ് കൊടുത്തു 2 ആൺമക്കളുടെയും പേരിൽ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര പ്രയാസം. എൻ്റെ ദൈവമേ, അവരുടെ ഭാവി എന്തായി തീരും ഇങ്ങനെ ആയാൽ. അപ്പോൾ കോടതിയിൽ കേസാക്കി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ ഒക്ടോബർ മാസം 28-ാം തീയതി അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ റാലിക്ക് വന്ന്. അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് നടക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. പരിശുദ്ധ അമ്മ എന്നെ നടത്തി. ഞാൻ അവിടെ ചെന്നു. അർത്തിങ്കൽ പള്ളിക്കകത്ത് കാലുകുത്തി കയറാൻ പറ്റി. അപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനം. ഞാൻ ഇവിടെ രാവിലെ ഇവിടെ വന്നിട്ടാണ് ആ റാലിക്ക് പങ്കെടുത്തത്. അപ്പോൾ ആ റാലിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അമ്മേ ഞാൻ വന്നതെന്ന് പറഞ്ഞ് അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് റാലിയിൽ നടക്കാൻ പോണത്. അപ്പോൾ ആ റാലിയിൽ പങ്കെടുത്ത് അർത്തുങ്കൽ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം എനിക്ക് ഭയങ്കര സമാധാനം. അത് ആ വിഷയം അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പാസ്പോർട്ട് മക്കൾക്ക് വെളിയിലൊക്കെ പോകണമെങ്കിൽ പാസ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിന് വേണമെങ്കിൽ ഇവർക്ക് ജാമ്യം വേണമല്ലോ. അങ്ങനെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് അന്വേഷിച്ച് ഇവരുടെ കേസ് എന്തായിന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ് കേസ് കെട്ടുകളെല്ലാം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇവരുടെ പേർക്ക് അങ്ങനെ ഒരു കേസേ ഇല്ല, ഈ മക്കളുടെ പേർക്ക് കേസില്ല, അത് ചേട്ടൻ്റെ പേർക്കാണ് ഉള്ളത്. അപ്പോൾ ഇതെനിക്ക് വലിയൊരു സമാധാനമായി. അവരുടെ ഭാവിക്ക് ദൈവം ഒരു ദോഷവും വരുത്തിയില്ല. പരിശുദ്ധ അമ്മയിലൂടെ അനേകം നന്മകൾ തന്നുകൊണ്ടേയിരിക്കുന്നു. സ്വർഗീയ സമാധാനം തന്നുകൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ. അപ്പോൾ അതൊരു വലിയൊരു ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ദൈവത്തിൻ്റെ ഒരു ആലയമാണിത്. അപ്പം സമാധാനമില്ലാതെ കഴിയുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ വലിയ സമാധാനം കിട്ടും. ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നവരെല്ലാം പരിശുദ്ധ അമ്മ തന്നെയാണ് ഏറ്റെടുത്ത് ദൈവപിതാവിലൂടെ നമുക്ക് അനേക അത്ഭുതങ്ങളും നന്മകളും തരുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും കോടാനുകോടി നന്ദി. എന്നെ ഇവിടെ നിർത്തിയതിന്, പാപിയായി എന്നെ ഇവിടെ നിർത്തിയതിന് തന്നെ കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഹോസ്പിറ്റലുകളിൽ കൃപാസനം പത്രം കൊണ്ടു കൊടുക്കാനായിട്ട് പോകും. അവിടെ ഭക്ഷണം കൊണ്ടു കൊടുക്കും. ആർക്കെങ്കിലും സഹായം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും അവരുടെ കൈവശം കാണുമ്പോൾ അറിയാം പാവപ്പെട്ടാണെന്ന്. അപ്പോൾ അവരുടെ കൈവശം പൈസ എടുത്ത് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണൊക്കെ നിറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരോട് ഒരു കരുണ നമുക്ക് ദൈവം തരും. അതൊരു വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മുടെ കഷ്ടങ്ങളിലൂടെയാണ് അവർ കടന്നു വരുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കി തന്ന് നമുക്കൊരു കാരുണ്യത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 34-ാം സങ്കീർത്തനം 18-ാം തിരുവചനമാണ്. തനിക്ക് കിട്ടിയ രോഗസൗഖ്യം